ഗാസ മുനമ്പിലേക്കും അവിടുത്തെ ജനങ്ങൾക്കും നേരെ ഇസ്രായേൽ തീമഴ പെയ്യിക്കാൻ തുടങ്ങിയിട്ട് 10 മാസം പിന്നിടുന്നു. ഇസ്രായേൽ മിസൈലുകളും മരണവും ഏത് നിമിഷവും എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ഗാസയിലെ അവശേഷിക്കുന്ന മനുഷ്യർ ജീവിക്കുന്നത്. എന്നാൽ മിസൈലുകൾ തന്നെ വേണമെന്നില്ല ഇസ്രായേലിന് അവരുടെ ജീവൻ എടുക്കാൻ. ഒരിറ്റു ഭക്ഷണമോ വെള്ളമോ ലഭ്യമാക്കാതെ അവരെ കൊല്ലാക്കൊല ചെയ്യാനും നെതന്യാഹുവിനും സൈന്യത്തിനും സാധിക്കും. ഗാസയിലേക്ക് സഹായമെത്തിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളോട് രൂക്ഷമായാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. സഹായവുമായി എത്തിയവർക്കും അത് കാത്തുനിന്നവർക്കും നേരെ പോലും വെടിയുണ്ടകളും മിസൈലുകളും ബോംബുകളും വർഷിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല. ഇതേ ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് ഗാസയിലെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അവർ തുറന്നു കാട്ടിയത്. ഓരോ വേനൽക്കാലത്തിന്റെയും തുടക്കത്തിൽ വിളഞ്ഞു നിന്നിരുന്ന ഗാസയിലെ കൃഷിയിടങ്ങൾ ഇത്തവണ ശവപ്പറമ്പുകളിലായി മാറിയിരിക്കുന്നു. ഫലവൃക്ഷങ്ങൾ കായ്ച്ചു വിളഞ്ഞ് പഴുത്തു നിന്നിരുന്ന തോട്ടങ്ങൾ വെറും തരിശു നിലയങ്ങളായി മാറിയിരിക്കുന്നു. അധിനിവേശ കെടുതികൾക്കൊപ്പം ഭക്ഷണം കൂടി ഇല്ലാതെ വന്നത് പ്രദേശത്ത് കടുത്ത ക്ഷാമത്തിനും പട്ടിണിക്കും വഴിയൊരുക്കി. ഗാസയിലെ ജനസംഖ്യയുടെ 96% ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണെന്നും 5-1 അതായത് ഏകദേശം 4,90,500 ആളുകൾ കൊടിയ പട്ടിണിയിലാണെന്നും UN റിപ്പോർട്ട് പറയുന്നു. ഇതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ട ഗാസയിലെ കൃഷിയിടത്തിന്റെ പകുതിയിലധികവും ഇസ്രായേൽ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നടത്തിയ വിശകലനത്തിൽ വ്യക്തമാക്കുന്നത്. വടക്കൻ ഗാസ മുതൽ തെക്ക് റഫ വരെയുള്ള കൃഷിയിടങ്ങൾ ലക്ഷ്യം വെച്ച് വളരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്.